സുഹൃത്തുക്കളെ നമസ്കാരം. നമ്മൾ ഇന്ന് രണ്ടാമത്തെ ദിവസം ആലപ്പുഴ ബീച്ചിൽ വീശാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ആലപ്പുഴ ബീച്ചിൻ്റെ സൈഡാണ് ഈ കാണുന്നത്. ആലപ്പുഴ ബീച്ചിലെ പഴയ പാലത്തിൻ്റെ സൈഡിലാണ് നമ്മൾ വീശാൻ വേണ്ടി വന്നിരിക്കുന്നത്. പക്ഷേ ആദ്യത്തെ ദിവസം വീശുന്ന നേരം കടലില്ലായിരുന്നു. ഈ പ്രാവശ്യം ഇപ്പോൾ കണ്ടോ, എൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 6 അടിക്ക് മേലാണ്. എന്നെക്കാളും ഹൈറ്റിലാണ് ഇപ്പോൾ കടൽ വരുന്നത്. പിന്നെ നമ്മൾ കടൽ നോക്കിയിട്ട് നിരപ്പ് നോക്കിയിട്ടാണ് വീശുന്നത്. കടലൊരിക്കലും എണ്ണാൻ പറ്റില്ല എന്ന് പലരും പറയും. പക്ഷേ വരവിൻ്റെ കടലും നിരപ്പ് എന്നുള്ള അതായത് അങ്ങനെയുള്ളൊരു പ്രക്രിയ ഉണ്ട്. അത് മനസ്സിലാക്കാൻ പറ്റും എന്തായാലും. അപ്പോൾ ഇപ്പോൾ വരവിൻ്റെ കടൽ വന്നതിന് ശേഷം മാത്രമേ, അതായത് വലിയ കടലുകൾ വരുന്നത് നമുക്ക് നല്ലപോലെ അറിയാം. അത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഞാൻ ഇറങ്ങത്തുള്ളൂ. വരവിൻ്റെ കടലിൽ നിന്നിട്ടുണ്ട്. പക്ഷേ വീശണമെങ്കിൽ ഇച്ചിരി കടലുള്ളതാണ് നല്ലത്. കാരണം മീൻ തരങ്ങൾ കിട്ടാൻ ചാൻസ് കൂടുതലാണ്. ഇപ്പോൾ ഇവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ വെട്ടൻ, ടൈഗർ ഫോൺസ്, കാര എന്നൊക്കെ പറയുന്നതാണ്. എനിക്ക് ആദ്യത്തെ പോലൊക്കെ നാരളമൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ രണ്ടാമത് വീശാൻ വേണ്ടി പോവാണ്. ഞാൻ നെഞ്ച് ഹൈറ്റിലെ വെള്ളത്തിലാണ് വീശുന്നത്. പിന്നെ അവിടെ ഇപ്പോൾ ഇങ്ങനെ കൈപൊക്കി പിടിച്ച് നിൽക്കുന്ന പറഞ്ഞാൽ കടൽ ഇച്ചിരി വരുന്ന സമയത്ത് വെള്ളം വലിഞ്ഞ് കിട്ടും. അത്ര ഇറങ്ങി ചെല്ലുന്ന വീശുമ്പോൾ നമുക്ക് മീൻ തരം കിട്ടാനുള്ള ചാൻസ് കൂടും. അതുകൊണ്ടാണ് അത്ര. ഇപ്പോൾ വെള്ളം വലിഞ്ഞ് കിട്ടും. കാരണം പടിഞ്ഞാറ് ഒരു കടൽ മുഴച്ച് വരുന്നുണ്ട്. വലിഞ്ഞ് കിട്ടി നമ്മൾ വീശുവാണ്. നല്ല കൃത്യമായിട്ട് തന്നെ വീശി കൊള്ളിച്ച് നല്ലപോലെ തന്നെ ചലിച്ചിട്ടുണ്ട്. പിന്നെ ഈ പാലത്തിൻ്റെ പറ്റിലൊക്കെ വീശാൻ വരുന്നവർ ശ്രദ്ധിക്കുക. അതിൻ്റെ കാലുകൾ പഴയ ഇതെല്ലാം വീണ് വെള്ളത്തിൽ കിടപ്പുണ്ട്. അപ്പോൾ അറിയാവുന്നവരോട് ചോദിച്ചിട്ടൊക്കെ അവിടെ വീശാൻ ശ്രമിക്കുക. നമുക്ക് ഇവിടെ തന്നെയാണ് പൊന്തിടലും അതുപോലെ തന്നെ വീശലെല്ലാം നമ്മളിവിടെ വർഷങ്ങളായിട്ട് ഇവിടെ തന്നെ ആയതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് അറിയാം. നിങ്ങൾക്ക് പറഞ്ഞു തന്നാൽ ചിലപ്പോൾ മനസ്സിലാവണമെന്നില്ല. അതുകൊണ്ടാണ് ഞാൻ രാവിലെയോ വൈകിട്ടൊക്കെ വന്ന് ഞാൻ അവിടെ തന്നെ കാണും. എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇനി ഫ്രഷ് മീൻ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലുള്ളതൊക്കെ നമ്മൾ അന്നേരം പിടിക്കുന്ന എന്താണെന്ന് വെച്ചാൽ നമുക്ക് നിങ്ങൾക്ക് തീർച്ചയായിട്ടും തരാനും പറ്റുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ പരിപാടി ഇത് തന്നെയാണ്, മീൻപിടുത്തം തന്നെയാണ് പരിപാടി. വീശാൻ അല്ലെങ്കിൽ ഉടക്കോലയിടാൻ, അല്ലെങ്കിൽ ഇത് കഴിയുമ്പോഴേക്കും കിഴക്കോട്ട് പോയിട്ട് വരാറ് ചെമ്പല്ലിയൊക്കെ പിടിക്കണം. അപ്പോൾ നമ്മുടെ ചാനൽ ഒരുപാട് വീഡിയോ കിടപ്പുണ്ട്. കയറി കാണുക, ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോ ആണ് നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക. നമുക്ക് കുറേ പരിമിതികളായിട്ടാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത്. ഇതുപോലെ ആരെങ്കിലുമൊക്കെ കൂട്ടുകാർ വരുമ്പോഴാണ് വീഡിയോ എടുക്കാൻ ശ്രമിക്കാറ്. അപ്പോൾ നമ്മൾ വീഡിയോ എടുത്ത് തരുന്ന നമ്മുടെ കൂട്ടുകാരൻ ജോയി എന്ന് പറഞ്ഞിട്ട് ചേട്ടനാണ്. അപ്പോൾ നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന ഒരു കാരയുണ്ട്, ഒരു ചെമ്മീനുണ്ട്, ഒരു കട്ടറെന്ന് പറയുന്നൊരു മീനുണ്ട്, മറ്റേ കട്ടുകിഴപ്പ മീൻ എന്നൊക്കെ പറയും. പിന്നെ ഒരു കുട്ടനുമുണ്ട്. അപ്പോൾ ഇതിനു മുമ്പ് നമുക്ക് വീശിയപ്പോൾ കുറച്ച് ചെമ്മീനും കാരയും കിട്ടിയിട്ടുണ്ട്. നിങ്ങളതും കൂടെ ഒന്ന് കണ്ടിട്ടോ. ഓക്കെ, ഇതാണ് നമുക്ക് ഇതിന് മുമ്പത്തെ വീശിന് കിട്ടിയത്. അപ്പോൾ ഇതുപോലുള്ള നല്ലൊരു വീഡിയോ ആണ്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള നല്ലൊരു വീഡിയോ ഇനിയും വരാം. ഓക്കെ, അപ്പോൾ ഇപ്പോഴത്തെ അത്യാവശ്യം കൗണ്ട് വരുന്ന കാര്യമാണ് കേട്ടോ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ബൈ.